Yo! What's up guys? This is Milan. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ എന്ന് പറഞ്ഞാൽ അത്ര കുറേ ആൾക്കാരില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാർ എന്നോട് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആപ്പിളിൻ്റെ ഇവൻറ്റിന് ശേഷം, പുതിയ ഇറങ്ങിയ ഈ ഒരു സെപ്റ്റംബർ 10 നടന്ന ഇവൻറ്റിന് ശേഷം ധാരാളം ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, ഇനി അടുത്ത ഫോൺ ഏതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന ടോപ്പിക്ക് തന്നെ വിച്ച് ഫോൺ ഷുഡ് ഐ ബൈ, ഏത് ഐഫോൺ നമ്മൾ മേടിക്കണം. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ബട്ടൺ എനേബിൾ ചെയ്യുക. എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ താഴെ പോയി ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനാണ്. അപ്പം വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തൊട്ടുള്ളത് തുടങ്ങണം. അപ്പോൾ ആദ്യം തൊട്ട് തുടങ്ങുവാണെങ്കിൽ നമ്മുടെ ഐഫോൺ 5S അതുപോലെ തന്നെ ഐഫോൺ 6 ഇതിനെപ്പറ്റി തന്നെ ആദ്യമേ പറഞ്ഞേക്കാം. ഐഫോൺ 5S 6 ഒഫീഷ്യലി നിങ്ങൾക്കറിയാം iOS 13 ജൂണിൽ ആപ്പിളിൻ്റെ WWDC പ്രഖ്യാപിച്ചപ്പം ഒഫീഷ്യലായിട്ട് iOS 13 ഐഫോൺ 6S മുതലുള്ള എല്ലാ ഡിവൈസുകളും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഐഫോൺ 5Sനും അതുപോലെ തന്നെ 6നും iOS 13 നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഏതൊക്കെ ഡിവൈസുകളാണ് iOS 13 സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഒന്നും കൂടെ പറയാം. iOS 13 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ ഐഫോൺ 6S മുതൽ അങ്ങോട്ട് മേളിലേക്ക് പോകുമ്പോൾ ഐഫോൺ 6S SE, ഐഫോൺ 6S പ്ലസ്, ഐഫോൺ 7 പ്ലസ്, 8 പ്ലസ്, ഐഫോൺ 10, അതുപോലെ തന്നെ 10R, 10S, 10S മാക്സ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന രണ്ട് ഡിവൈസുകളാണ്, ഒന്ന് ഐഫോൺ 11 Pro, 11 Pro Max. അപ്പോൾ ഈ ഡിവൈസുകളെല്ലാം iOS 13 സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ ഐപാഡ് എയർ 2 മുതലുള്ള ഐപാഡ് ഡിവൈസുകളും, ഐപാഡ് പ്രോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ രണ്ട് ഐപാഡ് പ്രോകളും, അതേപോലെ തന്നെ ഐപാഡ് 7 ജനറേഷൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഏറ്റവും ബേസിക് ഐപാഡാണ് ഐപാഡ് 7 ജനറേഷൻ. അതേപോലെ തന്നെ ഐപാഡ് മിനി സീരീസിൽ ഐപാഡിൻ്റെ 5th ജനറേഷൻ സപ്പോർട്ടഡ് ആണ്. ഏറ്റവും അവസാനം നമ്മുടെ ഐപോഡ് ടച്ച് ഡിവൈസുകളെ പറ്റി പറയുകയാണ്. ഐപോഡ് ടച്ചിൻ്റെ 7th ജനറേഷൻ ജൂണിലാണ് ഈ പറഞ്ഞ ഐപാഡ് മിനി പുതിയ ജനറേഷൻ, ഐപാഡ് എയർ 3rd ജനറേഷൻ, അതേപോലെ തന്നെ ഐപോഡ് ടച്ച് 7th ജനറേഷനും റിലീസ് ചെയ്ത്. അപ്പോൾ ഈ പറഞ്ഞ 3 ഡിവൈസുകളും അതിൽ സപ്പോർട്ടഡ് ആണ് iOS 13. അപ്പം ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഏത് ഫോൺ നിങ്ങൾക്ക് വാങ്ങണം? ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഫോൺ വാങ്ങണം, നിങ്ങളിപ്പം സ്റ്റിൽ ആൻഡ്രോയിഡ് യൂസറാണ്, അല്ലെങ്കിൽ ഐഫോൺ 5S 6 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ iOS 13 നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ആഗ്രഹമാണ് അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേഷൻ യൂസ് ചെയ്യണം, പുതിയ ഫീച്ചേഴ്സൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു മാർഗ്ഗമാണ് നിങ്ങൾ യൂസ്ഡ് ഐഫോണുകൾ വാങ്ങുക എന്നുള്ളത്. ഇപ്പോൾ യൂസ്ഡ് ഐഫോൺ വാങ്ങുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 6S മേടിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഐഫോൺ 5Sനും അല്ലെങ്കിൽ 6 വരുന്നവർക്ക് 6S എന്ന് പറയുന്നത് വലിയ അപ്ഗ്രേഡ് ആയിട്ട് തോന്നത്തില്ല. കാരണം ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഐഫോൺ 6Sഉം 6S പ്ലസ് ഒക്കെ തരണം. കാരണം അത് ഐഫോൺ 6S എന്ന് പറയുന്നത് നമുക്കറിയാം A9 പ്രോസസ്സറാണുള്ളത്. അതേപോലെ തന്നെ 2GB റാമാണ് ഐഫോൺ 6Sനും SEക്കും 6S പ്ലസിനും ഉള്ളത്. ഈ പറഞ്ഞ 3 ഡിവൈസുകളും ഐഫോൺ 6S, SE, 6S പ്ലസ് ഇത് മൂന്നും സെയിം സ്പെക്കാണ്. വലുപ്പത്തിലും അല്ലെങ്കിൽ ആ ഷേപ്പിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. എക്സെപ്റ്റ് ഐഫോൺ SEക്ക് ഹാപ്റ്റിക് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് എഞ്ചിൻ ഇല്ല. അതുകൊണ്ട് തന്നെ 3D ടച്ച് അന്ന് ഐഫോൺ 6S ഇറങ്ങിയപ്പോഴാണ് ആപ്പിൾ 3D ടച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ SEക്ക് ആ 3D ടച്ചിൻ്റെ ആ ഹാർഡ്വെയർ, ഹാപ്റ്റിക് എഞ്ചിൻ എന്ന് പറഞ്ഞ ആ ഒരു ഹാർഡ്വെയർ ലഭ്യമല്ലായിരുന്നു. പക്ഷേ iOS 13 അപ്ഡേറ്റ് വന്നതോടെ നമുക്ക് എല്ലാ ഡിവൈസുകളിലും 3D ടച്ച് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഹാപ്റ്റിക്കിൻ്റെ ആ 3D ടച്ച് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3D ടച്ച് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളും സപ്പോർട്ടും ചെയ്യും. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഹാപ്റ്റിക് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വേണമെന്നേ ഇല്ല. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഐഫോൺ 6S എന്ന് പറയുന്നത് വലിയ അപ്ഡേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഐഫോൺ 6S സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നതോ അല്ലെങ്കിൽ പുത്തൻ മേടിക്കുന്നതോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ മൈജി സ്റ്റോർ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഇപ്പോഴും പുതിയ പാക്കിൽ പുതിയ ബ്രാൻഡ് ന്യൂ 6S ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 28, 29 സംതിങ് റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും 6S പ്ലസ് ഡിവൈസുകളൊന്നും വാങ്ങരുത്. കാരണം അത് വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജി നിങ്ങൾക്കറിയാം A13 വരെ ഇറങ്ങി. അതുകൊണ്ട് തന്നെ 28,000 അല്ലെങ്കിൽ 29,000 കൊടുത്തൊരു പുത്തൻ 6S വാങ്ങുന്നതിനോടും അതേപോലെ തന്നെ ഒരു 10-13 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് 6S ഒക്കെ OLX-ന്നോ അല്ലെങ്കിൽ eBay എന്നൊക്കെ നമുക്ക് ലഭ്യമാകും. അതോടും ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ആ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചത്
അത് നിങ്ങൾക്ക് വെർത്ത് മണി അല്ല. ഇനി iOS 14 ആണ് ഇറങ്ങാൻ പോകുന്നത് അടുത്ത വർഷം. iOS 14 മിക്കവാറും iPhone 6നും സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 85% ഞാൻ ഷുവറാണ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. കാരണം A9 എന്ന് പറഞ്ഞ പ്രോസസ്സറിന് ഈ പറഞ്ഞ iOS 14 ഇനി അടുത്ത വർഷം റിലീസാകാൻ പോകുന്ന iOS 14 സപ്പോർട്ട് ചെയ്യാൻ ഏകദേശം ചാൻസ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അതിനുള്ള ഒരു കേപ്പബിലിറ്റി പെർഫോമൻസ് ഒക്കെ തരാൻ പറ്റുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് A9 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു 85% ചാൻസ് ഉണ്ട് നമുക്ക് iOS 14 iPhone 6ൽ ലഭ്യമാകാനുള്ളത്. പക്ഷേ ബാക്കിയുള്ള ആ 15% എന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അതിനെ റിസർവ് ചെയ്ത് വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ iPhone 6ന് മാത്രം പറ്റി ചിന്തിക്കുമ്പോൾ വേറെ കുഴപ്പമുണ്ട്. iPhone SE എന്ന് പറയുന്നത് സെയിം പ്രോസസ്സറാണ് അതിൽ റൺ ചെയ്യുന്നെങ്കിലും ഈ ഒരു സ്ക്രീൻ റേഷ്യോ അനുസരിച്ച് ഇച്ചിരി മെനക്കേടാണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനുവേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ 15% റിസർവ് ചെയ്ത് വെച്ചതിൻ്റെയും കാര്യം. അപ്പം ഇനി നമുക്ക് 7ലേക്ക് ഇറങ്ങാം. 7നെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ഇവന്റിൽ ഇറങ്ങിയ iPad 8th ജനറേഷൻ ഐപാഡിന് സെയിം പ്രോസസ്സറാണ്, A10 ഫ്യൂഷൻ ചിപ്സെറ്റാണ്. ആ ഒരു സെയിം പ്രോസസ്സറാണ് നമ്മുടെ iPhone 7ലുള്ളത്. അതേപോലെ തന്നെ ജൂണിൽ ഇറങ്ങിയ നമ്മുടെ iPod ടച്ചിനും ഉള്ളത്, 7th ജനറേഷൻ iPod ടച്ചിനും ഉള്ളത് സെയിം A10 ഫ്യൂഷൻ ചിപ്സെറ്റാണ്. പക്ഷേ ഇനിയിപ്പം 7 നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം iPhone 7ഉം ഈ പറഞ്ഞ ഐപാഡും ഒക്കെ സെയിം പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും 100% ഉറപ്പാണ് iOS 14 നമുക്ക് iPhone 7ൽ കിട്ടും. അതിനൊരു മാറ്റവും ഇല്ല, എന്തായാലും കിട്ടും. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ദിവസത്തെ ഇവന്റിൽ ആപ്പിള് അവരുടെ പ്രീവിയസ് ജനറേഷൻ ഐഫോൺസിൽ നിലനിർത്തിയ, അവരുടെ ഐഫോൺ ലൈനപ്പിൽ തന്നെ നിലനിർത്തിയ ഏതാനും 2 ഫോണുകളാണ് iPhone XR അതേപോലെ തന്നെ iPhone 8ഉം 8 Plusഉം. ഈ 3 ഫോണുകളാണ് ഐഫോൺ ലൈനപ്പിൽ അവർ നിലനിർത്തിയത്. പഴയ ഡിവൈസുകളിൽ നിലനിർത്തിയ ഫോണുകൾ എന്ന് പറയുന്നത് ഈ 3 ഫോണുകളാണ്. ബാക്കി എല്ലാ ഫോണുകളും iPhone X, XS Max, XS ഇത് 3ഉം എടുത്തു കളഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ iPhone 11, 11 Pro, 11 Pro Max ഈ 3 ഡിവൈസുകൾ കൊണ്ടുവന്നത്. നമുക്കറിയാം ഗ്രാജുവലി ഈ ഒരു ഫോണുകൾ ഈ iPhone XSഉം XS Maxഉം വെക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ഇതേ സെയിം പ്രൈസ് റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ XSോ XS Maxോ വെച്ചാൽ ആപ്പിളിൻ്റെ ആ ഒരു iPhone 11ഉം 11 Pro ഒക്കെ വിറ്റ് പോകാനുള്ള ചാൻസും വളരെ ഡൗൺ ആകും. അതുകൊണ്ട് തന്നെയാണ് ആപ്പിള് ആ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് iPhone XSനെയും XS Maxനെയും ഒഴിവാക്കും. iPhone 12 ഇറങ്ങുവാണെങ്കിലും ഈ ഒരു സെയിം സ്ട്രാറ്റജി തന്നെ ആയിരിക്കും ആപ്പിൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തും നമുക്കിപ്പം നല്ലതിൽ കാണാവുന്ന പോലെ iPhone 11 നിലനിർത്തുമായിരിക്കും. കാരണം iPhone XR ഇപ്പം നിലനിർത്തിയിട്ടുണ്ട്. കാരണം ആപ്പിൾ പറഞ്ഞായിരുന്നു അവരുടെ 99% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞ ആ ഒരു വർഷത്തിൽ അവർക്ക് ലഭിച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് iPhone XR എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെയാണ്. ധാരാളം iPhone XR യൂസേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് പറയുന്നത് iPhone XRനെ പറ്റി. പക്ഷേ iPhone XRനെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സ്യൽ ആക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ പറഞ്ഞ അത്ര കോൺട്രവേഴ്സ്യൽ ആക്കാനുള്ള കാര്യങ്ങളൊന്നും ആ ഡിസ്പ്ലേക്ക് ഇല്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഉണ്ടാക്കിയത് ആപ്പിളാണ്. iPhone XRഉം 8ഉം 8 Plusഉം കീപ്പ് ചെയ്തു. അത് മാത്രമല്ല ആപ്പിള് $100 ഇതിന് എല്ലാത്തിനും ചോപ്പും ചെയ്തു. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന iPhone XRന്റെ വിലയേക്കാൾ ഒരു $100 ആപ്പിള് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ നമുക്ക് iPhone 11നേക്കാളും ചീപ്പായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ iPhone XR അവൈലബിൾ ആണ്. അതേപോലെ തന്നെ iPhone 8ൻ്റെയും 8 Plusൻ്റെയും പ്രൈസ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഉള്ള പ്രൈസിനേക്കാളും എന്തായാലും പ്രൈസ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് iPhone 8ൻ്റെയും 8 Plusൻ്റെയും. അതുകൊണ്ട് കൊടുക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വാല്യൂ റിട്ടേൺസ് ഉള്ള ഏക ഫോൺ എന്ന് പറയുന്നത് iPhone 8ഉം XRഉം ആണ്. നമുക്ക് iPhone 8 Plus എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് iPhone XR പ്രിഫർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐഫോൺ ആണ് ഉദ്ദേശിക്കുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു iPhone 8ൻ്റെ ഡിസൈനിലേക്ക് പോകാം, അതല്ലെങ്കിൽ iPhone XR ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആർക്കാണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നത് iPhone XR ആയിരിക്കും. കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു iPhone X എടുക്കണോ XR എടുക്കണോ. ആ ഒരു രീതിയിൽ iPhone Xോ XRോ ആണെങ്കിൽ 10 എടുക്കുന്നതിനോട് ഞാൻ തീരെ യോജിക്കത്തില്ല. കാരണം അതൊരു 3 years ബാക്ക് ടെക്നോളജിയാണ്. ഇപ്പം A13 ഇറങ്ങി, അത് A11 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ iPhone XR എന്ന് പറയുന്നത് A12 ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങളൊരു iPhone 7ഓ 6സോ 6ഓ യൂസറാണ്, എന്നിട്ടാണ് നിങ്ങൾ iPhone XRലേക്ക് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി, ഡിസ്പ്ലേയിലുള്ള ക്വാളിറ്റി ബമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം അടിപൊളി സൂപ്പർ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമ്മുടെ iPhone XRലുള്ളത്. പക്ഷേ iPhone X ഡിസ്പ്ലേ കൊള്ളാം, പക്ഷേ അതിൻ്റെ ടെക് എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന ഹാർഡ്വെയർ എന്ന് പറയുന്നത് 3 വർഷം പഴക്കമുള്ള ഹാർഡ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ അതത്ര വർത്ത് മണിയല്ല. നമുക്കറിയാം ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് 69,000 ആണ് നമ്മുടെ ഇന്ത്യൻ പ്രൈസ് iPhone Xൻ്റെ. പക്ഷേ XR ഇപ്പോൾ അതിനെയും ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ ഉള്ളത് 49 സംതിങ് ആണ്. അതിലും ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം
ഐഫോൺ 11ഉം 11 പ്രോയും നമ്മുടെ നാട്ടിൽ എന്ന് അവൈലബിൾ ആണോ അന്ന് തൊട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റിഡക്ഷൻ എന്തായാലും വരും. അതുകൊണ്ട് ബെസ്റ്റ് പ്രിഫറൻസ് 10 വെച്ച് നോക്കുവാണെങ്കിൽ 10R ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ല നിങ്ങൾ ഇച്ചിരി കൂടെ ബഡ്ജറ്റിലാണ് നിൽക്കുന്നെങ്കിൽ iPhone 8 ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒന്ന് iPhone 10R വേണോ അല്ലെങ്കിൽ iPhone 8 വേണോ എന്നുള്ളത്. കാരണം iPhone 10Rനകത്ത് നമുക്കറിയാം ഫേസ് ID വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫുള്ള് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ്, അതിലുപരി A12 ബയോണിക് ചിപ്സെറ്റ് ആണ്, അതിൻ്റെ കൂടെ തന്നെ 3GB റാം ഉണ്ട്. iPhone 10sനും 10s Maxനും 4GB റാമാണ്, ഇത് 10Rനാണെങ്കിൽ 3GB റാം ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് 4-5 കളറുകളിൽ iPhone 10R അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ iPhone 6sനോ 6നോ അല്ലെങ്കിൽ 7നൊക്കെ വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഐഫോൺ എടുക്കണം എന്ന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾ iPhone 10ഓ 10R വെച്ചോ കമ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും 10R ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി 10s ആണോ 10 ആണോ എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ 10s ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എടുത്തു പറഞ്ഞു. 10Rൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് 10sനും വരുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേക്കും അതേപോലെ തന്നെ ഒരു ക്യാമറ എക്സ്ട്രാ വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 1GB റാം 4GB റാമാണ് iPhone 10sനും 10s Maxനും ഉള്ള. ആ ഒരു 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നിലവിൽ iPhone 10s ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ 10s Max ഉപയോഗിക്കുന്നവർക്ക് ഇനി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് iPhone 11, 11 Pro, 11 Pro Max ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ iPhone 10sനും 10s Max ഉപയോഗിക്കുന്നവർ iPhone 11ലേക്ക് അല്ലെങ്കിൽ 11 Pro Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ആകെയുള്ള 3 വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് റാം ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്, A13 ആണ്, അതോടൊപ്പം തന്നെ ഒരു ക്യാമറ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങളെ വെച്ച് യാതൊരു ഡിഫറൻസും ഇല്ല. നിങ്ങൾക്കറിയാം ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഏകദേശം സെയിം ആണ്. സെയിം ഡിസ്പ്ലേ, ആ ഫ്രണ്ടിലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സെയിം ഡിസ്പ്ലേ ആണ്. സെയിം OLED പാനൽ 5.8 ഇഞ്ചും അതുപോലെ തന്നെ 6.5 ഇഞ്ചും ഡിസ്പ്ലേ ആണ്. ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ അതൊന്ന് കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആപ്പിളിൻ്റെ പുതിയ മാക് പ്രോ ഇറങ്ങിയപ്പം അതിൻ്റെ XDR ഡിസ്പ്ലേ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ആ ഡിസ്പ്ലേകളും രണ്ടും ഒന്ന് കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നുള്ളത് ക്യാമറ, 3 ക്യാമറാസ് ആണ്, അൾട്രാ വൈഡ് അതേപോലെ തന്നെ ഒരു ടെലിഫോട്ടോ ക്യാമറ. പിന്നെ പറയുന്നത് A13 ആണ്, 6GB റാമും ഉണ്ട്. അതേപോലെ തന്നെ iPhone 10sനും 10s Maxനേക്കാളും ഒരു 4 മണിക്കൂർ കൂടുതൽ ചാർജ് നിൽക്കും. ഈ 4-5 കാര്യങ്ങളാണ് അതിൻ്റെ പുതിയ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയാൻ മാത്രമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും iPhone 10s ഇപ്പോൾ ഉപയോഗിക്കുന്ന iPhone 10s ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. കാരണം ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് 2020 ഐഫോണിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം റൂമേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനുസരിച്ച് ഐഫോൺ എല്ലാ 3 ഇയേഴ്സും ആപ്പിളിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഡിസൈൻ ചെയ്യും. അതുമാത്രമല്ല ഇപ്പോഴും ലൈറ്റനിങ് പോർട്ടാണ്, ടൈപ്പ് സി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2020 ഐഫോൺസിന് വേണ്ടി അത് റിസർവ് ചെയ്ത് വെച്ചേക്കാണ്. നോച്ച് ഒരു വ്യത്യാസവും ഇല്ല, സെയിം നോച്ച് സൈസാണ്. പക്ഷേ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഐഫോണിനകത്ത് ആ ഒരു നോച്ചിന് വ്യത്യാസം കാണും, ഇച്ചിരി കൂടെ ചെറുതാകും എന്നാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഫേസ് ID കൊണ്ടുവരും എന്നാണ് പ്രഡിക്ഷൻ ഉള്ളത്. അതേപോലെ തന്നെ A14 പ്രോസസ്സറാണ് വരാൻ പോകുന്നത്. ഇപ്പം നിലവിലുള്ള A12 എന്ന് പറയുന്നത് അത്ര മോശക്കാരനല്ല, ഇപ്പോഴും ബീസ്റ്റ് തന്നെയാണ്. A13 എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ ഫാർ ബെറ്റർ ഗ്രാഫിക്സ് പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ ന്യൂറൽ എഞ്ചിന് ഇച്ചിരി കൂടെ ഓപ്പറേഷൻസ് കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു 2 കാര്യങ്ങൾ ചോദിച്ചാൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഹാർഡ്വെയർ സംബന്ധിച്ചില്ല. അതുമാത്രമല്ല ലേറ്റസ്റ്റ് ജനറേഷൻ ഐഫോൺ ഹാപ്റ്റിക് എഞ്ചിൻ ഇല്ല, ഇപ്പം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണുള്ളത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാപ്റ്റിക് എഞ്ചിനും iPhone 11 പ്രോയ്ക്കും 11 Pro Maxനും ഇല്ലേയും തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ 2020 ഐഫോൺ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ എനേബിളിക്കുക. കാരണം എപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഇതുവരെ പോയി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. So once again, this is me, Milan. Catch you guys in the next video. Till then, peace out.